ഹല്ലേലൂയ, ഹല്ലേലൂയ, അഭിഷേകത്തിന് ഹല്ലേലൂയ, ഹല്ലേലൂയ, സന്തോഷത്തിന് ഹല്ലേലൂയ, ഹല്ലേലൂയ, നല്ല ജീവനോട് ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിന്റെ മണിക്കൂർ അനേക കുടുംബങ്ങളിലേക്ക്, വ്യക്തി ജീവിതങ്ങളിലേക്ക്, മനസ്സിൻ്റെ നിരാശ ബാധിച്ച മേഖലകളിലേക്ക് ദൈവവചനം ഒരു അഭിഷേകമായി പെയ്തിറങ്ങും. ദൈവവചനം അത്ഭുതകരമായി നമ്മളെ നയിക്കും. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 3-ാം തിരുവചനം. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 3-ാം തിരുവചനം. കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ പരിശ്രമിക്കാം. അവിടുത്തെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. മഴ പോലെ, ഭൂമിയെ നനയ്ക്കുന്ന വസന്തവൃഷ്ടി പോലെ അവിടുന്ന് നമ്മുടെ മേൽ വരും. മഴ പോലെ, ഭൂമിയെ നനയ്ക്കുന്ന വസന്തവൃഷ്ടി പോലെ അവിടുന്ന് നമ്മുടെ മേൽ വരും. കർത്താവിൻ്റെ ആഗമനത്തെ ദൈവവചനത്തിലൂടെ സ്വീകരിക്കാൻ മനസ്സ് തുറന്നൊന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. സ്തുതിക്കുന്ന ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല അഭിഷേകത്തോടെ ഗീതം പാടി പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തി സ്വർഗീയഗ്നിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയ അഗ്നിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായൊഴുകി എന്നിലിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിലിന്നു വാ, ആത്മനദിയായൊഴുകി എന്നിലിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിലിന്നു വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആമേൻ. മഴ പോലെ പെയ്തിറങ്ങി വാ. Come, come Holy Spirit, come, come Holy Spirit, come, come Holy Spirit, come. ഓ പരിശുദ്ധാത്മാവേ, Come Holy Spirit, come, come Holy Spirit, come, come Holy Spirit, come. ദാഹത്തോടെ Hallelujah, 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 hallelujah. ഈശോയെ, Hallelujah, 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 hallelujah. സ്തുതിക്കുന്നു. ഹല്ലേലൂയ. Hallelujah. നല്ല വിശ്വാസത്തോടെ ഈ സമയത്ത് കർത്താവിന്റെ വചനം അനേക കുടുംബങ്ങളിലേക്ക്, ജീവനുകളിലേക്ക് കർത്താവിന്റെ പരിശുദ്ധ വചനം അഗ്നി പോലെ അഭിഷേകമായി പെയ്തിറങ്ങുന്ന നിമിഷം നല്ല വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. മനസ്സിലൊരു ദാഹം സൂക്ഷിക്കാം. കർത്താവിന്റെ വചനത്തിന് വേണ്ടി ആഗ്രഹിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കാം. നമ്മൾ ഉച്ചരിച്ച തിരുവചനം ഹോസിയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 3-ാം തിരുവചനം. കർത്താവിന്റെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. മഴ പോലെ, ഭൂമിയെ നനയ്ക്കുന്ന വസന്തവൃഷ്ടി പോലെ അവിടുന്ന് നമ്മുടെ മേൽ വരും. കർത്താവേ, തിരുവചനമായി ഞങ്ങളുടെ കാതുകളിൽ, ഞങ്ങളുടെ ജീവനുകളിൽ അങ്ങ് വിരുന്നിനെത്തുന്ന നിമിഷം. സങ്കീർത്തനം 119-ാം അധ്യായത്തിന്റെ 72-ാം തിരുവചനം. ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ വചനത്തിൽ നിന്ന് വരുന്ന ഒരു വചനമാണ് എനിക്ക് അഭികാമ്യം. മറ്റെന്തിനേക്കാൾ ദൈവവചനത്തിന് വില കൊടുക്കാൻ, ജീവിതത്തിൽ മറ്റെന്തിനേയും കാൾ ദൈവവചനത്തെ സ്നേഹിക്കാൻ, ദൈവവചനത്തിന് കാതു കൊടുക്കാൻ കർത്താവ് ഈ പരിശുദ്ധ നിമിഷങ്ങളിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നല്ല വിശ്വാസത്തോടെ പരിശുദ്ധാത്മാവിനെ ഒന്നുകൂടെ ദാഹത്തോടെ ഒന്ന് വിളിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഈ നിമിഷങ്ങളിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകളിലേക്കും നിറയും. നല്ല വിശ്വാസത്തോടെ ഓ പരിശുദ്ധാത്മാവേ. റോമലേഖനം 5-ാം അധ്യായം 5-ാം തിരുവചനം.
നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന അങ്ങയുടെ സാന്നിധ്യത്തിലൂടെ ദൈവ സ്നേഹത്തിലേക്ക്, ദൈവത്തിൻ്റെ വാത്സല്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, റൂഹ മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനോടൊന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല സന്തോഷത്തിൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഈ പരിശുദ്ധ നിമിഷങ്ങളിൽ ദൈവവചനത്തിന്റെ കൃപ ഇറങ്ങുന്ന സമയത്ത് പരിശുദ്ധാത്മാവ്, തിരുവചനം നമ്മളെ സഹായിക്കും, നമ്മളെ ബലപ്പെടുത്തും, നമ്മളെ ശക്തിപ്പെടുത്തും. സങ്കീർത്തനം 119:72. നമുക്ക് ആ വചനത്തെ മനസ്സിലൊന്ന് സൂക്ഷിക്കാം. ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ വചനത്തിൽ നിന്ന് വരുന്ന ഒരു വചനമാണ് എനിക്ക് അഭികാമ്യം. 100 കാര്യങ്ങൾ ഉണ്ടായിരിക്കെ, ഒരുപാട് കാര്യങ്ങളിൽ വ്യഗ്രചിതരായിരിക്കെ, ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ ഭൂമിയിൽ മറ്റെന്തു സമ്പാദ്യങ്ങളെക്കാൾ, ഈ ഭൂമിയിൽ മറ്റെന്തു നേട്ടത്തെക്കാൾ അങ്ങയുടെ വചനം, അങ്ങയുടെ പരിശുദ്ധ വചനം എനിക്ക് പ്രിയപ്പെട്ടതാണ്, എനിക്ക് അത്ര ഇഷ്ടമാണ്, എനിക്ക് അത്രമേൽ സ്നേഹമാണ്. ആ വചനത്തിന്റെ പൊരുളിലേക്ക് നമ്മളെ ഒന്ന് നയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവർ, ഈ സമയത്ത് നമ്മൾ കർത്താവിന്റെ ഒരു ഉപമ ധ്യാനിക്കുകയാണ്. കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ച് പോയപ്പോൾ നമുക്ക് വേണ്ടി പറഞ്ഞു വെച്ച അതിവിശുദ്ധമായ ചില ചിന്തകളെ ഈ സമയത്ത് നമുക്കൊന്ന് ധ്യാനിക്കാം. അത് നമ്മുടെ മനസ്സിനെ വിശുദ്ധീകരിക്കും, നമ്മുടെ ആത്മാവിനെ നവീകരിക്കും, നമ്മുടെ ജീവനിലേക്ക് പരിശുദ്ധാത്മാവിന്റെ വഴികൾ തുറക്കും. ഈ സമയത്ത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 19-ാമത്തെ തിരുലിഖിതം മുതൽ ഈശോ മിശിഹ പറഞ്ഞു വെച്ച മനോഹരമായ ഒരു ഉപമയുണ്ട്. അത് ധനവാന്റെയും ലാസറിന്റെയും കഥയാണ്. ധനവാനും ലാസറും നമ്മൾ ഒരുപാട് ധ്യാനിച്ചിട്ടുള്ള, ഒരുപാട് വിചിന്തനം നടത്തിയിട്ടുള്ള, ഒരുപാട് കേട്ട് നമ്മൾ പരിചയിച്ച ഒരു കഥയാണ്. വിശുദ്ധ ലൂക്കാ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 19. ഒരു ധനവാനുണ്ടായിരുന്നു. അവൻ ചമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിച്ച് സുഭിക്ഷമായി ആനന്ദിക്കുമായിരുന്നു. ഒരു ധനവാനുണ്ടായിരുന്നു. അവൻ ചമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിച്ച് സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുമായിരുന്നു. ഒരു ജീവിതത്തിന്റെ സുഖത്തിന്റെ സുഖശീതളിമയുടെ പാരമ്യത്തിൽ നടന്ന ഒരു മനുഷ്യൻ. അവൻ ഒന്നിനെ കുറിച്ചും ഉത്കണ്ഠയില്ല. കർത്താവ് ഈശോ മിശിഹ സമ്പത്തിനെ കുറിച്ചുള്ള പ്രബോധനത്തിൽ ആവർത്തിക്കുന്ന ഒരു വചനമുണ്ട്. മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ട് ധന്യമാവില്ല. സമ്പത്തിനെ കർത്താവ് ഈശോ മിശിഹ താരതമ്യപ്പെടുത്തുന്നത് മനുഷ്യാത്മാവിനോടാണ്. എന്നിട്ട് ഈശോ പറയാണ്, ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നശിച്ചാൽ എന്ത് പ്രയോജനം? ലോകം, അതിന് സമ്പത്ത്, അതിന്റെ മുഴുവൻ പ്രൗഢിയും അതിന്റെ മുഴുവൻ ആഡംബരങ്ങളും ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് അതിനേക്കാൾ മൂല്യമുള്ളതായി ഈശോ മിശിഹ അവതരിപ്പിച്ചത്. അതാണ് ഒരു ധനവാനോട് കർത്താവ് ചോദിക്കുന്നുണ്ട്. അറപ്പുറകൾ പൊളിച്ച് പുതിയത് പണിത് ധാന്യം മുഴുവൻ സംഭരിക്കാനുള്ള വ്യഗ്രതയിൽ ഓടുന്നൊരു ചെറുപ്പക്കാരനോട് ഈശോ ചോദിച്ചു, ഈ രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ ആവശ്യപ്പെട്ട നീ കരുതി വെച്ചിരിക്കുന്നത് എങ്ങനെ ഉണ്ടാവും? ഈ ഭൂമിയും അതിന്റെ ആഡംബരങ്ങളും അതിന്റെ സന്തോഷങ്ങളും ഒരു വശത്ത് നമ്മെ മാടി വിളിക്കുമ്പോ അതിനപ്പുറത്ത് അതിവ്യക്തമായി ഈശോ പഠിപ്പിക്കുകയാണ്, ആത്മാവിനെ കുറിച്ച് ഒരു ചിന്ത വേണം. ധനവാന്റെ കഥയിലേക്ക് വരുമ്പോ നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. വലിയ ആനന്ദത്തിന്റെയും വലിയ സന്തോഷത്തിന്റെയും വലിയ സുഖശീതളമയുടെയും അപ്പുറത്ത് ഒരു വിലാപത്തിന്റെ ദിവസം കടന്നു വരുമെന്ന് മറക്കരുത്. വലിയ ആനന്ദത്തിന്റെ അപ്പുറത്ത് ഒരു വിലാപത്തിന്റെ സാധ്യതയുണ്ട്.
അവിടെയാണ് കുഴപ്പം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 6 മുതൽ വായിച്ചാൽ ആദ്യമാതാപിതാക്കളെ കുറിച്ച് നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. ആ പഴം കണ്ണിന് ഇമ്പകരവും ആസ്വാദ്യകരവുമാണെന്ന് കണ്ടതുകൊണ്ട് അവരത് പറിച്ചു. പക്ഷെ ഒരു ആനന്ദത്തിന്റെ പിറകിലേക്ക് പോയപ്പോ അതിന്റെ അപ്പുറത്ത് ഒരു വിലാപത്തിന്റെ ദിവസം അവരെ തേടി വരികയാണ്. അതുകൊണ്ടാണ് കുഞ്ഞുനാളിലൊക്കെ നമ്മളിങ്ങനെ ഒത്തിരി ചിരിക്കുമ്പോൾ നമ്മുടെ അപ്പന്മാരും അമ്മമാരും ഒക്കെ പറഞ്ഞു തരുന്ന കാര്യമുണ്ട്, അത്രയും ചിരിക്കണ്ട, മതി, ചിരിച്ചത് മതി, അല്ല കരയും. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ, വലിയ സന്തോഷം, ഒരുപാട് സുഖം, ഒരുപാട് ആഡംബരം നമ്മളെ തേടി വരണമെങ്കിൽ ഒന്ന് കരുതിയിരിക്കണം. ഈ ആഡംബരങ്ങൾക്കപ്പുറത്ത്, ഈ സന്തോഷത്തിനപ്പുറത്ത്, ഈ സമൃദ്ധിക്കപ്പുറത്ത് ഒരു വിലാപത്തിന്റെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒത്തിരി ആനന്ദിക്കരുത്, ഒരുപാട് അങ്ങോട്ട് സുഖിക്കരുത്, ഒരുപാട് ആഡംബരങ്ങളിൽ നിറഞ്ഞ് ദൂർത്തിലും അലസതയിലും ആഡംബരത്തിലും ജീവിക്കരുത്. നമുക്ക് ഈ ഉപമയുടെ അടുത്ത ഭാഗത്തേക്ക് പോകാം. ഈ ധനവാന് സംഭവിച്ച പരാജയ കാരണത്തിലെ 2 കാരണങ്ങൾ. ജീവിതത്തിന്റെ സമൃദ്ധിയുടെ നടുക്ക്, ജീവിതത്തിന്റെ ആഘോഷങ്ങളുടെ നടുമുറ്റത്ത് അവനൊരു മരണചിന്ത സൂക്ഷിക്കാൻ മറന്നുപോയി. ജീവിതത്തിന്റെ സമൃദ്ധിയുടെ നടുക്ക് ഒരു മരണചിന്ത സൂക്ഷിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മാവിന്റെ കണക്ക് ചോദിക്കപ്പെടുന്ന ഒരു നാൾ നമ്മൾ പരാജയപ്പെടും. വചനം കേട്ടുകൊണ്ടിരിക്കുന്നതിന് പ്രിയപ്പെട്ടവരെ, അതിവ്യക്തമായി ഈശോ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 33. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ, ശ്രദ്ധാപൂർവ്വം ഉണർന്നിരിക്കുവിൻ. സമയം എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. എന്തൊരു വചനമാണ്, എന്തൊരു അഭിഷേകമാണ്, എന്തൊരു കാതലാണ്. അതുകൊണ്ട് ശ്രദ്ധാപൂർവ്വം ഉണർന്നിരിക്കണം. സമയം എപ്പോഴാണെന്ന് അറിയത്തില്ലല്ലോ. സമയമോ നേരമോ കാലമോ മനസ്സിലാവാത്ത, ഒന്നും അതിൻ്റെ വ്യക്തതയിൽ മനസ്സിലാക്കാൻ പറ്റാത്ത, കാലത്തിനും ലോകത്തിനും പരിമിതപ്പെട്ട നമ്മൾ മനുഷ്യരെ ഒരുങ്ങിയിരുന്നില്ലെങ്കിൽ അപകടം വരുമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ജീവിതത്തിൻ്റെ സമൃദ്ധിയുടെ നടുക്ക് ഒരു മരണചിന്ത നമുക്കുണ്ടാവണം. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 20-ാം അധ്യായത്തിൽ ജോനാഥനോട് ദാവീദ് പറയുന്ന മനോഹരം ഒരു വാചകമുണ്ട്. ജോനാഥനോട് ദാവീദ് പറയുകയാണ്, ജോനാഥ, ഞാനും എൻ്റെ മരണവും തമ്മിൽ ഒരടി ദൂരം മാത്രമേ ഉള്ളൂ. ജോബിന്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ ജോബ് പറഞ്ഞ മനോഹരമായൊരു വചനമുണ്ട്. കബറിടങ്ങൾ ഒരുക്കപ്പെടുന്നത് ഞാൻ അറിയുന്നുണ്ട്. കബറിടങ്ങൾ ഒരുക്കപ്പെടുന്നത് ഞാൻ അറിയുന്നുണ്ട്. ഞാനും മരണവും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല. ഒരു വലിയ സന്തോഷത്തിന്റെയും സുഖത്തിന്റെയും നടുവിൽ കിടന്നപ്പോ ഒരു മരണചിന്ത നഷ്ടപ്പെട്ടു പോയൊരു മനുഷ്യനാണ് ഈ ധനവാൻ. നമ്മൾ ചെറുപ്പത്തിലെ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യന്റെ അന്ത്യങ്ങൾ 4: മരണം, വിധി, സ്വർഗം, നരകം. ഇതെല്ലാം പറഞ്ഞിട്ടും, ഇതെല്ലാം പഠിച്ചിട്ടും ഇതിനെക്കുറിച്ച് അല്പം ഗൗരവത്തിൽ ചിന്തിച്ചാൽ, അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 36 ദൈവത്തിന്റെ പരിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. മകനെ, ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ജീവിതാന്ത്യത്തെ കുറിച്ച് ഓർക്കണം, എന്നാൽ നീ പാപം ചെയ്യില്ല. മകനെ, ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ജീവിതാന്ത്യത്തെ കുറിച്ചൊരു ചിന്ത വേണം. അങ്ങനെയാണെങ്കിൽ നിനക്ക് പാപം ചെയ്യാൻ പറ്റില്ല. വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറി വായിച്ചപ്പോൾ, വിശുദ്ധ ഫൗസ്റ്റീനായുടെ ദർശനങ്ങൾ പഠിച്ചപ്പോൾ അതിൽ ഒരു ചെറിയ ചിന്ത മനോഹരമായിട്ട് എഴുതി വെച്ചത് ഫൗസ്റ്റീനയുടെ അനുഭവത്തിൽ നിന്നുണ്ട്. അതിപ്രകാരമാണ്. ഒരു ദിവസം ഫൗസ്റ്റീനയ്ക്ക് രോഗം വന്നു. രോഗിണിയായി മഠത്തിൽ കിടക്കയിലാണ്. അപ്പോൾ ഫൗസ്റ്റീനയ്ക്ക് തോന്നുകയാണ്, ഒന്ന് കുമ്പസാരിക്കണം, എനിക്കൊന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. ഫൗസ്റ്റീന കുമ്പസാരക്കാരനെ വിളിച്ചു. കുമ്പസാരക്കാരൻ കുമ്പസാരിപ്പിക്കാൻ വന്നു. രോഗിണിയായതുകൊണ്ട്, നടക്കാൻ പ്രയാസമുള്ളതുകൊണ്ട്
ഫൗസ്റ്റീനയുടെ മുറിയിൽ ചെന്ന് ഈ വിശുദ്ധയെ ആ പുരോഹിതൻ കുമ്പസാരിപ്പിച്ചു. കുമ്പസാരം കഴിഞ്ഞ് കുമ്പസാരക്കാരൻ മടങ്ങിപ്പോയി. പക്ഷേ അന്ന് രാത്രി ഫൗസ്റ്റീനയ്ക്കൊരു ദർശനം ഉണ്ടായി. അതിൽ അവൾ പതിവായി കാണാറുള്ളത് പോലെ കർത്താവിൻ്റെ രൂപം തെളിഞ്ഞു. ദർശനത്തിൽ ഈശോ മിശിഹാ ഫൗസ്റ്റീനോട് പറഞ്ഞു, മോളെ നീ കുമ്പസാരിച്ചോ? ഫൗസ്റ്റീന പറഞ്ഞു, ഞാൻ മനോഹരമായിട്ട് കുമ്പസാരിച്ചു. ഇഷ്ടായില്ലേ? അപ്പൊ ഈശോ പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫൗസ്റ്റീനെ ചോദിക്കൊണ്ട്, മനോഹരമായിട്ട് ഞാൻ കുമ്പസാരിച്ചല്ലേ? ഈ രോഗാവസ്ഥയിലും ഞാൻ എൻ്റെ പാപസങ്കീർത്തനം നടത്താൻ ഞാൻ ഒരു മടിയും കാണിച്ചില്ലല്ലോ. അപ്പൊ ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്, കുമ്പസാരക്കാരൻ കുഴപ്പമുണ്ടാക്കിയിട്ടല്ല, കുമ്പസാരിച്ചത് മോശമായതുകൊണ്ടല്ല. പക്ഷേ കുമ്പസാരക്കാരൻ മുറിയിൽ വന്ന് കുമ്പസാരിപ്പിച്ച് മടങ്ങിയപ്പോൾ അത് കണ്ടിട്ട് 3 പേര് പിറുപിറുത്തത് നീ കണ്ടില്ല. വിശുദ്ധമായൊരു കാര്യം ചെയ്തപ്പോൾ അല്പം കൂടി വിവേകമുണ്ടായിരുന്നെങ്കിൽ നിനക്കത് അല്പം കൂടെ വിവേകത്തിൽ ചെയ്താൽ ആ പെറുപിറുക്കാൻ കിട്ടിയ അവസരം ഒരു പാപാവസരമായി മാറില്ല. ആ ഒരു പെറുപിറുക്കൽ അവസാനിപ്പിക്കാമായിരുന്നു, ഒഴിവാക്കാമായിരുന്നു. അച്ഛൻ പറഞ്ഞു വരണത്, ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഇതെന്റെ നിത്യജീവൻ ഉപകാരപ്പെടുമോ എന്നുള്ള ഒരു വിവേക ബുദ്ധി നമ്മുടെ മനസ്സിനെ ഭരിച്ചാൽ നമ്മുടെ ദൈനംദിന ജീവിതങ്ങൾ എത്ര മനോഹരമാകും, എത്ര സുന്ദരമാകും. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ സമൃദ്ധിയുടെ ഓളങ്ങളിലും തീരങ്ങളിലും ഒരു മരണചിന്ത നമ്മൾ മറക്കരുത്. ഈ കഥയുടെ അവസാനത്തിലേക്ക് വരുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാവുന്നുണ്ട്. എന്തുകൊണ്ടാണ് ധനവാൻ നരകത്തിൽ ശിക്ഷിക്കപ്പെട്ടത്? ഞാൻ എത്ര വായിച്ചു നോക്കിയിട്ടും ഈ ധനവാൻ വലിയ ക്രൂരതയൊന്നും ചെയ്തിട്ടില്ല. ഇന്ന് മനുഷ്യര് ചെയ്തു കൂട്ടുന്ന അപരാധങ്ങളുടെ കണക്ക് പുസ്തകങ്ങൾ പരിശോധിച്ചാൽ ഈ ധനവാൻ ഒരു നിഷ്കളങ്കനായ മനുഷ്യനായിട്ട് തോന്നും. അവൻ ലാസറിനെ ഇറക്കി വിട്ടിട്ടില്ല, അവൻ ലാസറിനെ മർദ്ദിച്ചിട്ടില്ല. ആകപ്പാടെ ഞാൻ എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലായ ഒരു തെറ്റ്, ഈ ധനവാനും ഈ ലാസറും ഒരേ കൂരയുടെ കീഴിൽ കിടന്നവരാണ്. ഒരാളകത്ത്, മറ്റേ പുറത്ത്. ധനവാന്റെ അടുക്കളയിൽ എന്തൊക്കെ പാകപ്പെടുന്നുണ്ടെന്നും അതിലെന്തൊക്കെ മേശപ്പുറത്ത് എത്തുന്നുണ്ടെന്നും അതിലെന്തൊക്കെ തനിക്ക് നിഷേധിക്കപ്പെടുന്നുണ്ടെന്നും ലാസറിനറിയാം. പക്ഷേ ഒരേ കൂരയുടെ കീഴിൽ താമസിപ്പിച്ചപ്പോഴും അവർ പരസ്പരം സംസാരിച്ചതായി നമ്മൾ വചനത്തിൽ വായിക്കുന്നില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സോട് ചേർത്ത് പിടിച്ച് ധ്യാനിക്കേണ്ട ഒരു ചിന്തയാണിത്. ഒരേ വീട്ടിൽ ഒരേ കൂരയുടെ കീഴിൽ കിടക്കുമ്പോഴും പരസ്പരം സംസാരിക്കാത്ത മനുഷ്യരുണ്ട്. ഒരേ വാഹനത്തിൽ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോഴും പരസ്പരം സംസാരിക്കാത്ത, മുഖത്തോട് മുഖം നോക്കാത്ത മനുഷ്യരുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ധനവാനും ലാസറും ഇപ്പോഴും ജീവിക്കണുണ്ട്. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ലാസർ ഒരിക്കലും പട്ടിണി കിടന്ന് മരിക്കണില്ല, മറിച്ച് ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ആരും സംസാരിക്കാനില്ലാത്തതുകൊണ്ട്, ആരും ഒന്ന് ഷെയർ ചെയ്യാൻ ആരും വരാത്തതുകൊണ്ട്, ആരും ഒന്ന് കെയർ ചെയ്യാത്തതുകൊണ്ട്, ആരും കേൾക്കാനില്ലാത്തതുകൊണ്ട്, ആരും ഒന്ന് ആശ്വസിപ്പിക്കാനില്ലാത്തതുകൊണ്ട്. ഈ കാലഘട്ടത്തിന്റെ വലിയൊരു അപകടം ധനവാന്റെയും ലാസറിന്റെയും കഥയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ധനവാനും ലാസറും ഒരു വീട്ടിൽ താമസിച്ചപ്പോഴും പരസ്പരം സംസാരിക്കുന്നില്ലെങ്കിൽ ഇന്നും ഒരേ വീട്ടിൽ താമസിക്കുമ്പോഴും പരസ്പരം സംസാരിക്കാത്ത മനുഷ്യരുണ്ട്. വെറുപ്പ്, നീരസം, പക, വൈരാഗ്യബുദ്ധി, നീരസക്കേട്, നമുക്ക് പലരെയും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. നമുക്ക് മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ പറ്റുന്നില്ല. നമുക്ക് സന്തോഷത്തോടെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ കർത്താവിൻ്റെ കഥ വായിക്കുമ്പോൾ, ഈ കർത്താവ് പറഞ്ഞ മനോഹരമായ കഥ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം ധ്യാനപൂർവ്വം മനസ്സിലേക്ക് സ്വീകരിക്കാം. നമ്മുടെ കൂടെയുള്ളവരോട് സംസാരിക്കാം, നമ്മുടെ കൂടെയുള്ളവരെ കേൾക്കാം, പരസ്പരം പങ്കുവയ്ക്കാം. ഈ പരിശുദ്ധ വചനം നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ആഘോഷങ്ങൾക്കപ്പുറത്തൊരു വിലാപം ഉണ്ടാവാതിരിക്കാൻ ആഘോഷങ്ങളെ ഒന്ന് നിയന്ത്രിക്കാം. സമൃദ്ധിയുടെ നടുവിലും ഒരു മരണചിന്ത കൂടെ സൂക്ഷിക്കാം. പരസ്പരം സംസാരിച്ചും പങ്കുവെച്ചും കർത്താവിൻ്റെ സ്വർഗരാജ്യത്തിലേക്ക് നടന്നെടുക്കാം.
ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പാരിലെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകരാജനം മിശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പാരിലെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകരാജനം മിശിഹാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി അഭിഷേകത്തോടെ പരിശുദ്ധനായ ദൈവമേ, മഹോന്നതനായ ദൈവമേ, ഹല്ലേലൂയ ഗീതങ്ങളുടെ മധ്യേ അഭിഷേകത്തോടെ എഴുന്നള്ളുന്ന കാരുണ്യവാനായ കർത്താവേ, തിരുവചനങ്ങളുടെ സമൃദ്ധിയിൽ നന്മ നിറഞ്ഞ മനസ്സോടെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. മനസ്സ് നിറയെ വിശ്വാസത്തിൽ, അകതാരിൽ നിറയെ ഭക്തിയോടെ, വെണ്മയോടെ വിളങ്ങുന്ന തിരുവോസ്തിയിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അഭിഷേകത്തോടെ നിന്നെ പാടിപ്പുകഴ്ത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹോസ്യ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 3-ാം തിരുവചനം. കർത്താവിന്റെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന വസന്തവൃഷ്ടി പോലെ അവിടുന്ന് നമ്മുടെ മേൽ വരും. മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന വസന്തവൃഷ്ടി പോലെ ഞങ്ങളുടെ മീതെ അഭിഷേകം ചൊരിയുന്ന കാരുണ്യവാനായ കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അകതാരിൽ നിറയുന്ന സ്നേഹമേ, അഭിഷേകമേകുന്ന ദൈവമേ, സന്തോഷത്തോടെ അകതാരിൽ നിറയുന്ന സ്നേഹമേ, ആമേൻ. അഭിഷേകമേകുന്ന ദൈവമേ, ആരാധന ആരാധന എന്നെന്നും ആരാധന, ആരാധന ആരാധന എന്നെന്നും ആരാധന. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിലൂടെ ഞങ്ങളുടെ ആത്മരക്ഷയെക്കുറിച്ച്, ഞങ്ങളുടെ സ്വർഗപ്രവേശനത്തെക്കുറിച്ച്, നരകമെന്നൊരു സാധ്യതയെക്കുറിച്ച് കരുതലോടിരിക്കണമെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. ദിവ്യകാരുണീശോ ജീവിതത്തിന്റെ സമൃദ്ധിയുടെ ഒത്ത നടുവിലും ഒരു മരണചിന്ത കൂടി സൂക്ഷിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗം ഞങ്ങൾക്കുള്ള വലിയ അനുഗ്രഹമാണെന്നും സ്വർഗത്തിലേക്കുള്ള പ്രയാണത്തിൽ ഞങ്ങൾ വെടിപ്പോടെ സൂക്ഷിക്കപ്പെടണമെന്നും ഞങ്ങളെ പഠിപ്പിക്കണമേ. ധനവാന്റെയും ലാസറിന്റെയും ഉപമയിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ നവീകരിക്കാൻ ആവശ്യമായ തിരുവചനങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്തതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആരാധന യേശുവേ, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ, ആരാധന അകതാരിൽ നിറയുന്ന സ്നേഹമേ, അഭിഷേകമേകുന്ന ദൈവമേ, അകതാരിൽ നിറയുന്ന
പകരുന്ന സ്നേഹമേ, അഭിഷേകമേകുന്ന ദൈവമേ, ആരാധന ആരാധന എന്നെന്നും ആരാധന, ആരാധന ആരാധന എന്നെന്നും ആരാധന. ദിവ്യകാരുണ്യേശോ, തിരുവോസ്തിയിൽ അങ്ങ് ഞങ്ങളെ ആശീർവദിക്കണമേ. ഞങ്ങൾ ശ്രവിച്ച തിരുവചനത്തിന്റെ അഭിഷേകത്തിൽ, പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. അങ്ങയുടെ കാരുണ്യം നിറഞ്ഞ ആശീർവാദം ഞങ്ങളുടെ ജീവിത വഴികളെ അഭിഷേകം ചെയ്യട്ടെ. അങ്ങ് തന്നെ ഞങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കണമേ, ബലപ്പെടുത്തണമേ, സഹായിക്കണമേ. ആമേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.